പൊളിയാൻ പടം, പക്ഷേ ഒരു രക്ഷയില്ല. ഫൈറ്റൊക്കെ ഒരു രക്ഷയില്ല. പിന്നെ ഫൈറ്റ് മാത്രം. എന്റെ മുന്നേ 70 വയസ്സെന്ന് പറയൂ. 73 വയസ്സെന്ന് പറയൂ. എന്തൊരു ഫൈറ്റ്, ചാടി പറന്നൊക്കെ അടിക്കുന്നത്. എൻ്റെ അമ്മേ, എന്ത് വേണം? എനിക്കിഷ്ടപ്പെട്ടു. നല്ല അടി ഇടി. ഫൈറ്റൊക്കെ കൊള്ളായിരുന്നു. രഞ്ജിപ്പണിക്കർ സൂപ്പറായിരുന്നു. എല്ലാം കൊള്ളായിരുന്നു. രഞ്ജിപ്പണിക്കറില്ലയോ? എന്തുവാ മറ്റേ ടർബോ അല്ലയോ? പലരും പറഞ്ഞു ഫസ്റ്റ് ഹാഫ് കുറച്ച് വിചാരിച്ച പോലെ ഞാൻ ഫസ്റ്റ് ഹാഫ് ആക്ച്വലി അത്രയും ഞാൻ ലേറ്റ് ആയിട്ടാണ്, പക്ഷെ കൊള്ളായിരുന്നു. രാജ്വി ഷെട്ടി എങ്ങനെ ഉണ്ടായിരുന്നു? വില്ലൻ, കന്നഡ വില്ലൻ കൊള്ളായിരുന്നു. ഇല്ല അറിയത്തില്ല. വയസ്സിലുള്ള ഒരു ആളുടെ പെർഫോമൻസ് എങ്ങനെയുണ്ട്? ടർബോ എങ്ങനെയുണ്ട്? കൊള്ളാം. പടം ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗുണ്ട്, സെക്കൻഡ് ഹാഫ് നല്ല ഫൈറ്റ് കൊള്ളാം. നമുക്കൊരു പെർഫോമൻസ് എങ്ങനെയുണ്ട്? ഈ ഒരു എനർജി ലെവൽ, ഈ ഒരു 73 വയസ്സിലെ പുള്ളിയുടെ ഒരു നല്ല ഇഷ്ടപ്പെട്ട ഒന്നാണ് പടത്തില്. അങ്ങനെ ഫൈറ്റ് സീനാണ്. എങ്ങനെയുണ്ട്? കന്നഡ പടത്തിൽ നിന്ന് നടന്ന് ഇറങ്ങിയിരിക്കുന്നത് വില്ലനായിട്ട് എങ്ങനെയുണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ബിജിയൊക്കെ നൈസായിരുന്നു. നല്ല മാസ് മസാല പടത്തിനായിട്ട് വെയിറ്റിംഗ് ആയിരുന്നു മമ്മൂക്കയുടെ. ആക്ച്വലി നേരത്തു അല്ലെങ്കിൽ ബ്രഹ്മയുഗം, കാതൽ, ഇതുപോലത്തെ പടങ്ങളായിരുന്നു. എക്സ്പീരിയൻസൽ മൂവീസ് ആണല്ലോ. ആക്ച്വലി സിനിമയ്ക്കായിട്ട് പ്രേക്ഷകർ കാത്തിരിക്കുമായിരുന്നല്ലോ. അത് കിട്ടിയായിരുന്നു ഈ പടത്തിൽ നിന്ന്. ആക്ച്വലി ഞാൻ എക്സ്പെക്ട് ചെയ്തത്ര വന്നില്ലായിരുന്നു, ബട്ട് നൈസ് മൂവി ആയിരുന്നു. എങ്ങനെ ടർബോ ആണോ കണ്ടേ? ടർബോ എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളായിരുന്നു. ഒരു എനർജി എങ്ങനെയുണ്ട് ഈ 73 വയസ്സിൽ ഫൈറ്റ് കാര്യങ്ങളൊക്കെ? വെരി ഗുഡ്. ഞെട്ടിയൊന്നുമില്ല. ഐ ആം വെരി ഗ്ലാഡ് ബിക്കോസ് ഐ എം എ ഗ്രേറ്റ് ഫാൻ ഓഫ് മമ്മൂട്ടി. പടം കൊള്ളാം. ഇഷ്ടപ്പെട്ട ഈ പടത്തിൽ ഭയങ്കരമായിട്ട് സംവിധാനം തമിഴിനെക്കാളും കൊള്ളാം. ശല്യമല്ലാതെ ചെയ്തിട്ടുണ്ട്. ഒരു പുതുമയുണ്ട് തമിഴിലേക്ക്. ഫൈറ്റൊക്കെ നന്നായിട്ടുണ്ട്. കൊള്ളാം. വളരെ കൊള്ളാം. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ ഈ ഒരു പ്രായത്തിൽ? ചെയ്യുന്നെങ്കിൽ സംവിധാനമല്ലേ, ഓരോരുത്തരുടെ ആരോഗ്യം പോലെ. പിന്നെയെങ്കിലും പുതുമയുണ്ട്, ഡയലോഗും കൊള്ളാം, കുഴപ്പമില്ല. മറ്റ് സിനിമകളിൽ നിന്ന് വ്യത്യസ്തതയുണ്ട്. കാണാതിരിക്കണ്ട, നഷ്ടമല്ല. അല്ല, അങ്ങനെയല്ല, വീട്ടിൽ വെറുതെ ഇരുന്നുകൊണ്ട് ഒന്നൊന്നുമില്ല. അല്ല, പടം കൊള്ളാം, നല്ല പടം. എനർജി പുള്ളി സമ്മതിച്ചേ പറ്റുള്ളൂ ആ ഒരു കാര്യത്തിൽ. കണ്ടിരിക്കേണ്ടതെന്ന് നമ്മൾ അതിൽ മാസ് മസാല എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഒരു തമിഴ് തെലുങ്ക് പടം കാണുന്ന ആ ഒരു എഫക്റ്റ് തന്നെയാണ്. അല്ലാതെ ആ ഫൈറ്റൊക്കെ ഇഷ്ടപ്പെട്ടു. എനർജി ലെവൽ എങ്ങനെയുണ്ട് ഈ ഫൈറ്റിൽ? നല്ലായിരുന്നു. മൊത്തത്തിൽ ഇതില് അത്യാവശ്യം നന്നായിട്ട് അഭിനയിച്ചിട്ടുണ്ട്. നമ്മളൊരു കന്നഡ നടൻ മലയാളത്തിൽ ആദ്യമായിട്ട് ഇറക്കിയിരിക്കുകയാണ് വില്ലനായിട്ട്. ആ ഒരു ഇമ്പാക്ട് എങ്ങനെ ഉണ്ടായിരുന്നു? കൊള്ളാം. പുള്ളിക്കാരൻ്റെ ഇത് മാസമായിട്ടുണ്ട്. നല്ല മൂവിയാണ്. ഫൈറ്റൊക്കെ എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ? കൊള്ളാം. എനർജി എങ്ങനെയുണ്ട്? എനർജി ലെവൽ ഫൈറ്റിലൊക്കെ ഈ ഒരു ഏജിൽ നല്ല രീതിയിൽ ചെയ്യുന്ന കാണുമ്പോൾ ഒരു 73 വയസ്സാകാൻ പോവാണ് പുള്ളിക്കാരൻ. എന്നാലിപ്പോഴും യങ്ങായിട്ട് നിന്ന് യൂത്തിന് ഇഷ്ടപ്പെടുന്ന ഒരു മൂവിയാണ്. എങ്ങനെയുണ്ട് നമ്മളെ രാജ്വി ഷെട്ടി എങ്ങനെയുണ്ടായിരുന്നു? ഒരു കന്നഡ നടനതിൽ വില്ലനായിട്ട് ഇറക്കിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ ഒരു ഇമ്പാക്ട് എങ്ങനെയുണ്ടായിരുന്നു ഈ സിനിമയിൽ? ഇമ്പാക്ട് ആയിട്ടൊന്നും പറയുന്നത് കൊള്ളായിരുന്നു. ഒരു ബീജിയം കാര്യമൊക്കെ എങ്ങനെയുണ്ട്? ക്യാമറ ടെക്നിക്കൽ നന്നായിട്ടുണ്ടായിരുന്നു. കൊള്ളായിരുന്നു. കൊള്ളാം, എല്ലാം കൊള്ളാം. ഇഷ്ടമായി മൂവി? മൂവി ഇഷ്ടം. അടിപൊളി പടം. പുറത്ത് മഴ അകത്തേക്കാണ് ഉള്ളതാണോ? അങ്ങനെ ഇടിപടമാണ്. നമുക്കൊരു ആക്ഷൻ സീക്വൻസ് ഒക്കെ എങ്ങനെയുണ്ട്? ഈ ഒരു 73 വയസ്സിൽ പുള്ളിയുടെ ആക്ഷൻ സീക്വൻസ് ഒക്കെ അടിപൊളിയാണ്. അതുപോലെ ചേസ് സീനൊക്കെ സൂപ്പറായിട്ട് ചെയ്തിട്ടുണ്ട്. മലയാള സിനിമയിൽ അങ്ങനെ കണ്ടിട്ട് ലിയോയിലെ ഒരു ഗ്രാഫിക്സ് ചേസിംഗ് സീനുണ്ട്. ഇതിൽ ഭയങ്കര ഇതിൽ അടിപൊളിയാണ്. അതുപോലെയല്ല, ഗ്രാഫിക്സ് പോലെയല്ല, നല്ല അടിപൊളി ചേസിംഗ്.